ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 30-ാം സങ്കീർത്തനം 3-ാം വാക്യം. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റുന്ന അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. പാതാളം ദൈവസ്തുതി ഇല്ലായ്മയുടെയും നിഷേധാത്മകതയുടെയും ഇടമാണ്. ദൈവിക സ്പർശനത്താൽ ആ അവസ്ഥയിൽ നിന്നാണ് മാറ്റം വന്നിരിക്കുന്നത്. കഷ്ടതകൾ ദൈവാരാധന ഇല്ലാതാക്കുവാനുള്ള കാരണമല്ല, പ്രത്യുത ദൈവിക മഹത്വം കാണാനുള്ള സന്ദർഭമാണ്. ദൈവമില്ലാത്ത സമൃദ്ധിയേക്കാൾ ദൈവത്തോടു കൂടിയിട്ടുള്ള ദാരിദ്ര്യം ആത്മീയ വർധനയ്ക്ക് കാരണമാകുന്നു. കുഴിയിൽ ഇറങ്ങുക എന്നത് മരണത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്നു. മരണകരമായ അവസ്ഥയിൽ നിന്നും എന്നെ ദൈവം തിരികെ കൊണ്ടുവന്ന് ജീവനോടെ സൂക്ഷിച്ചു. പ്രിയ സ്നേഹിതരെ, നാം മരണഭീതിയിൽ ആയിരുന്നപ്പോൾ ദൈവം നമ്മെ ജീവനോടെ സൂക്ഷിച്ച് കുഴിയിലേക്ക് ഇറങ്ങാതിരിപ്പാൻ നമ്മെ രക്ഷിച്ച് ജീവൻ്റെ അനുഭവത്തിൽ ആക്കി തീർത്തു. ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, മരണകരമായ അവസ്ഥയിൽ നിന്ന് താങ്ങി നടത്തിയ അവിടുത്തെ ദയയെ ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നുള്ളതായ നാളുകളിൽ നിൻ്റെ കൃപ അനുഭവിച്ച് ജീവിപ്പാൻ നേടിയാക്കണം. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.